അപ്പോൾ നമ്മുടെ തലയുടെ വിളയാട്ടം ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ 10 റിലീസാണ്. ഏപ്രിൽ 10 മൂവി മാരത്തോൺ അന്ന് മിസ്സാക്കാൻ പാടില്ലാത്തൊരു സിനിമ കൂടിയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. തല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? AK അജിത് കുമാർ. തലേന്ന് വിളിക്കാൻ പാടില്ല, AK എന്ന് വിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിരുന്നത്. അജിത് കുമാർ എന്നുള്ളേ വിളിക്കാവുള്ളൂ എന്നാണ്. അപ്പം നമുക്ക് അജിത് കുമാറിൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടുപോകാം. എന്താണ് ഫാൻസ് അർജുൻ ദാസ്. അണ്ണയില്ലാത്ത പടം ഇല്ല. ഭയങ്കര ക്ലാസിക് ഷോട്ടാണ്. നല്ല എഡിറ്റാണല്ലോ അത് അല്ലേ? കറക്റ്റ് ബീറ്റിന് അത് കിടുന്നതാണ് കേട്ടോ. ഈ പയ്യൻ ഇതിനകത്തുണ്ടോ? എല്ലാത്തിനൊക്കെ തന്നെയല്ലേ ഇത് മറ്റേ പുള്ളിയല്ലേ? പുലി 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 അതൊരു ഭയങ്കര ഇല്ല എല്ലാ പടത്തിലും റെഫറൻസ് ഉണ്ട്. ദീന മറ്റേ സിമ്രാന്റെ കോസ്റ്റ്യൂം കണ്ട? കിൽബില്ലിന്റെ കോസ്റ്റ്യൂം. ഒരു ഫാൻ ഫീസ്റ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാം കറക്റ്റ് രീതി വന്നാൽ അത് ആക്ച്വലി ഇപ്പം പുള്ളി മറ്റേ ഈ പടം ചെയ്തില്ലേ മാർക്ക് ആന്റണി. അപ്പോൾ മാർക്ക് ആന്റണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പടത്തിന്റെ വൺ ലൈൻ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ പടത്തിന്റെ ഐഡിയ പറഞ്ഞിട്ട് പിന്നെ ഒരു പോക്ക് അങ്ങോട്ട് അതിങ്ങനെ ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്നാ തിയേറ്ററിൽ ഭയങ്കര എൻഗേജിങ് ആണ് പടം. പിന്നെ സൗണ്ട് ഭയങ്കര അധികം വരുന്നത് മറ്റേ സാധനം മറ്റേ ചെവി തുളയ്ക്കുന്ന അതിനും കാണും. ഇതിന് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഏതോ പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അങ്ങനത്തെ ഒരു സെറ്റിംഗ് സെറ്റപ്പ് അല്ലേ മൊത്തത്തിൽ. എല്ലാ ക്യാരക്ടേഴ്സും അത് മൊത്തം വെടിയും പോകുന്ന പരിപാടിയൊക്കെ ആകുമ്പോൾ അതും ഈ പറഞ്ഞാൽ ഇത് ഇന്ത്യയിലല്ല നടക്കുന്നു അല്ലേ, പുറത്തെവിടെയൊക്കെ കണ്ടെന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റിംഗ് ആണ്. അപ്പോൾ അതിലെത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവും ഈ പടം, ഇത് എൻഗേജിങ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇമോഷണൽ കണക്ഷൻ ഒന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എന്റർടൈനിങ് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റർടൈനിങ് ആണെങ്കിൽ അല്ലേ വിസിലടിച്ച് നിൽക്കാൻ പറ്റുന്ന പുള്ളിയുടെ പടത്തിന്റെ എല്ലാ റെഫറൻസും അത് തന്നെ അല്ല. ദീന ബില്ല പിന്നെ ഇതുകൂടായിരുന്നു വാലിയുണ്ട് അല്ല മങ്കാത്ത. അതായത് പുള്ളി തലയെ അറിയാവുന്ന തലയുടെ സിനിമകൾ ആസ്വദിച്ച ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് ഫീസ്റ്റ്. അതെ ഈ റെഫറൻസ് ഇട്ടൊരു പടം ഓടിച്ചായിരുന്നല്ലോ. ഇപ്പൊ തമിഴന്മാരെ അതെടുത്ത് ബഹളം വെച്ചോണ്ടിരിക്കുക. അതായത് ഗോട്ടിലെ റെഫറൻസ് വിജയുടെ റെഫറൻസ് മാത്രമേ വെച്ച് ഒരു പടം ഓടിക്കുക എന്ന് പറഞ്ഞ് ഗോട്ടിനെ ആൾക്കാർ കളിയാക്കിയിരുന്നു അന്ന് ആ സമയത്ത്. അപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു വിജയ് ഫാൻസുകാർ തല ഫാൻസിനോട് പറയുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ദിഗയുടെ പടത്തിൽ ഇത് തന്നെ റെഫറൻസ് വെച്ചാലും ഇല്ലെങ്കിലും ഒരാളുടെ കുറവ് തോന്നുന്നുണ്ടല്ലേ. സൂര്യ ഇല്ലല്ലേ പടത്തില്? അതെ സൂര്യൻ കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ വൈവായിരിക്കും. അല്ല ഇത് രസമുണ്ട്. ഇത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ട്രെയിലർ കട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര രസമാണ്. അതായത് യൂഷ്വലി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാതെ ഭയങ്കര പെട്ടെന്ന് ആ ബീറ്റിൽ കട്ട് ചെയ്ത് ഭയങ്കര രസമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു വൈബ് സാധനമാണ്. അതൊരു വൈബ് ഐറ്റമാണ്. തിയേറ്ററിൽ വൈബായിരിക്കും. എനിക്ക് തോന്നുന്നു ഫാൻസുകാർക്കൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്.
അപ്പോൾ April 10 ബുക്ക് ചെയ്യാൻ പറ്റുന്ന ശ്വാസം കൊടുക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. അതെ ശ്വാസം എടുക്കാൻ സമയം ഈ പടത്തിൽ ഒരു ഇച്ചിരി സൈലൻസ് വേണം നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ കിട്ടൂല, ഫുള്ള് ബഹളമായിരിക്കും. എനിക്കൊന്ന് മറ്റേ റൺ ടൈം കുറവാന്ന് തോന്നുന്നു. ഇതിന് റൺ ടൈം കുറവാന്ന് തോന്നുന്നു. റണ്ണേ കുറവാണ്, 2 മണിക്കൂർ 2 മണിക്കൂർ അത്രയും കണ്ടുള്ളതെന്ന് തോന്നുന്നു. അതാണ് കറക്റ്റ് ഐഡിയൽ ടൈം, 2 മണിക്കൂർ മതി. ആ 2 മണിക്കൂറിനകത്ത് ഭയങ്കര പാക്ഡ് ആയിട്ട് കിട്ടിയാൽ നൈസായിരിക്കും, തിയേറ്റർ പോയി വരും. പിന്നെ ഇവൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് സൈലൻസ് വന്നാൽ ബോറാവുമെന്ന് പറഞ്ഞാൽ അത് അറിയത്തില്ല, പടത്തിന്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയാലോ. വേണ്ട, ഇനി തല പറഞ്ഞിട്ടായിരിക്കും സൈലൻസ് വേണ്ട. വിടാമൂർച്ചിൽ കുറച്ച് സൈലൻസ് കൂടി പോയി. ഈ കഴിഞ്ഞിടയ്ക്ക് ലാസ്റ്റ് ഇറങ്ങിയ കുറച്ച് പടങ്ങളിൽ പുള്ളി ഭയങ്കര സൈലന്റ് ആയിട്ട് പോയിരിക്കും. ആ സൈലന്റ് കണ്ടിരിക്കും. ഈ അതിഗ്രഹിച്ചെന്നെ കണ്ട പുള്ളിയുടെ അവസാനം കണ്ടോ, പുള്ളി ആദ്യം തുടക്കത്തിൽ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്തൊരു പടമോ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഇങ്ങോട്ട് പുള്ളിക്ക് പടങ്ങൾ ഹിറ്റില്ലായിരുന്നു. അതിനു ശേഷം വന്ന് പുള്ളിക്ക് ഒരു ഹിറ്റ് കിട്ടുന്ന മാർക്കാനാണ്. ഇപ്പം മാർക്കാനിന് ശേഷം പുള്ളിക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടിയ പടം തലയുടെ പടം. അപ്പോൾ പുള്ളിയും മാക്സിമം പുള്ളിയുടെ ഒരു ഭയങ്കര ഫാൻ ബോയ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാൻ ബോയ് പരിപാടികൾ മൊത്തം ഇതിലുണ്ടാവും. അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി April 10 April 10 4 പടമായി. മരണമാസ്, ബസൂക്ക, ജിങ്കാന, പിന്നെ ഗുഡ് ബാഡ് അഗ്ലി. മാരത്തോൺ. രാവിലെ ഇറങ്ങിയാൽ രാത്രി തിരിച്ച് വീട്ടിൽ കയറാം, അത്രയും നേരം കാണാനുള്ള പടമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പടം കിട്ടി 5 പടം ആകാനും ഉണ്ടോ? വേറെ പടം ഉണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക്? ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? ഈ 4 ഉറപ്പായിട്ടും ഫസ്റ്റ് വർഷം തന്നെ കാണണ്ട. ഫസ്റ്റ് വർഷം കാണാൻ പറ്റത്തില്ല 4 പടം പോലെ. രാവിലെ ഒരു പടം, ഉച്ചയ്ക്കൊരു പടം, വൈകുന്നേരം, രാത്രി. ഒരു ഫുൾ ഡേ തിയേറ്റർ.